നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനന്യ ഒരിക്കൽ തന്റെ ഓഫീസ് മുറിയിലെ കമ്പ്യൂട്ടറിലേക്ക് നോക്കിയിരിക്കുമ്പോൾ തനിക്ക് കാഴ്ച മങ്ങുന്നതായി തോന്നി. അവൾ ഒരു ടെക് കമ്പനിയുടെ പ്രൊജക്ട് മാനേജരായി ജോലി ചെയ്യുന്നു. അവിടെ സ്ഥിരമായി ഡെഡ് ലൈനുകൾ ഉണ്ടായിരുന്നു. അവിടെ അവളുടെ പ്രവൃത്തികൾക്ക് ഉയർന്ന സമ്മർദ്ദവും പ്രതീക്ഷയുമായിരുന്നു. ഓരോ ദിവസവും അവളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓട്ടമായിരുന്നു. അവളുടെ ഇൻബോക്സ് നിറയെ മെസ്സേജസ്, എപ്പോഴും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം, വളരെ തിരക്ക് പിടിച്ച ജീവിതം. ഒരു കാര്യം തീരുമ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഇതായിരുന്നു അനന്യയുടെ ഒഫീഷ്യൽ ലൈഫ്. എന്നാൽ അവളുടെ വ്യക്തി ജീവിതവും വ്യത്യസ്തമായിരുന്നില്ല. രോഗബാധിതയായ അമ്മയെ പരിചരിക്കാനായി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് മടങ്ങണം. അതേസമയം സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്താനും സാമ്പത്തിക ഭദ്രതയ്ക്കും അവൾ ശ്രമിച്ചു. ഇതിനിടയ്ക്ക് അവൾക്കൊന്ന് ശാന്തമായി ശ്വസിക്കാൻ പോലും സമയമില്ലായിരുന്നു. അവളുടെ ജീവിതം കടപ്പാടുകളുടെ അനന്തമായ ഒരു ചക്രമായി മാറിയിരുന്നു. അനന്യയാവട്ടെ ഈ പ്രക്രിയയിൽ സ്വയം നഷ്ടപ്പെടുകയായിരുന്നു. ഒരു സായാഹ്നത്തിൽ വളരെയധികം ക്ഷീണിച്ച മറ്റൊരു ദിവസത്തെ ഓഫീസ് വർക്കിന് ശേഷം ഇനിയും ഈ ടൈറ്റ് ഷെഡ്യൂൾ തനിക്ക് തുടരാൻ കഴിയുകയില്ലെന്ന് അവൾ ഓർത്തു. അവളുടെ നെഞ്ച് വരിഞ്ഞു മുറുകുന്ന പോലെ അവളിൽ പല പല ചിന്തകളും ഉണർന്നു. പിന്നീട് അത് നിരാശയിൽ കുതിർന്ന ഒരു കണ്ണുനീരായി ഒഴുകി. അവൾ ലാപ്ടോപ്പ് അടച്ചുവെച്ച് തന്റെ അപ്പാർട്ട്മെന്റിന്റെ പടികളിലിരുന്നു. രാത്രിയുടെ നിശബ്ദതയിലും അവളുടെ മനസ്സൊരു കൊടുങ്കാറ്റായിരുന്നു. അവൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ മുത്തശ്ശിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ തെളിഞ്ഞു വന്നു. എല്ലാ ദിവസവും അതിരാവിലെ അവളുടെ മുത്തശ്ശി പൂന്തോട്ടത്തിൽ ധ്യാനിക്കുന്നത് അവൾ കാണാറുണ്ടായിരുന്നു. കണ്ണുകൾ അടച്ച് ലോകത്തിന് അവരെ തൊടാൻ പോലും കഴിയാത്തതുപോലെ. കുട്ടിക്കാലത്ത് വളരെയധികം കൗതുകത്തോടെ അനന്യ പലപ്പോഴും മുത്തശ്ശിയോട് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശി പുഞ്ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു, ഈ ധ്യാനത്തിലൂടെ ഞാൻ ഉള്ളിൽ ശാന്തത കണ്ടെത്തുന്നു കുഞ്ഞെ. വർഷങ്ങളായി അനന്യ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ പടികളിൽ ഇരുന്നപ്പോൾ അവൾക്കെന്തോ ഒരു തോന്നൽ. അവൾ കണ്ണുകൾ അടച്ച് ഒരു ദീർഘനിശ്വാസം എടുത്തു. അവളുടെ മനസ്സിലെ അരാജകത്വം അവശേഷിക്കെ തന്റെ റേസിംഗ് ചിന്തകൾക്കും ഉത്കണ്ഠകൾക്കുമിടയിൽ അവയെ എതിർക്കാതെ ദീർഘമായി അവളൊന്ന് നിശ്വസിച്ചു. കുറച്ചു സമയത്തേക്ക് അവൾ തന്റെ ഇമെയിലുകളെയും ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുകളെയും പ്രതീക്ഷകളെയും കുറിച്ച് മറന്നു. അവളും അവളുടെ ശ്വാസവും മാത്രം. കണ്ണു തുറന്നപ്പോൾ അവൾക്കൊരു വ്യത്യാസം തോന്നി. അവളുടെ പ്രശ്നങ്ങൾ അപ്രത്യക്ഷങ്ങളായിരുന്നില്ല. എന്നാൽ എല്ലാ ചിന്തകളും നിയന്ത്രിക്കേണ്ടതില്ലെന്ന് അവൾ മനസ്സിലാക്കി. മുത്തശ്ശി പറഞ്ഞു തന്ന നിശബ്ദത വിദൂരമായിരുന്നില്ല. എല്ലാ ബഹളങ്ങൾക്കും കീഴെ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അനന്യ പതിവിലും നേരത്തെ ഉണർന്നു. ജനാലക്കരികിലിരുന്ന് കണ്ണുകൾ അടച്ച് തന്റെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചു. ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. അവളെ കാത്തിരിക്കുന്ന ഇമെയിലുകളിലേക്കും രക്ഷപ്പെടാൻ കഴിയാത്ത ഉത്തരവാദിത്തങ്ങളിലേക്കും തിരികെ കൊണ്ടുവരാൻ അവളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ തോന്നി. എന്നാൽ ഓരോ തവണയും മനസ്സ് അലഞ്ഞു തിരിയുമ്പോൾ അവൾ അതിനെ തന്റെ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ഇതൊരു ദൈനംദിന പരിശീലനമാക്കി മാറ്റി. ആദ്യം 5 മിനിറ്റ്, പിന്നീട് 10 മിനിറ്റ്. അങ്ങനെ നിശബ്ദതയ്ക്ക് അവൾ തന്റെ ജീവിതത്തിൽ ഒരിടം കണ്ടെത്തി. മെല്ലെ മെല്ലെ ഈ പ്രാക്ടീസ് അവളെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. ഇമെയിലുകൾ പിന്നെയും വന്നു. സമയപരിധികൾ അപ്രത്യക്ഷമായില്ല. അമ്മയുടെ ആരോഗ്യമാകട്ടെ ഒരാശങ്കയായി നിലനിൽക്കുകയും ചെയ്തു. എങ്കിലും അനന്യയ്ക്ക് അതൊരു ഭാരമായി തോന്നിയില്ല. ധ്യാനം അവളുടെ സാഹചര്യങ്ങളെ മാറ്റിയില്ല. എന്നാൽ അവൾ അതിനെ അഭിമുഖീകരിച്ച രീതിയെ മാറ്റി. കൂടുതൽ ക്ഷമയോടെ, മനസാന്നിധ്യത്തോടെ ഓരോ ദിവസവും അവൾ അതിനെ സമീപിക്കാൻ തുടങ്ങി. ഏതെങ്കിലും തരത്തിലുള്ള ബേർഡൻ തനിക്ക് അനുഭവപ്പെടുമ്പോൾ ശ്വാസമെടുക്കാനും പ്രതികരിക്കുന്നതിന് മുമ്പ് റീസെറ്റ് ചെയ്യാനും അവൾ പഠിച്ചു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അമ്മയുടെ കട്ടിലിനരികിൽ ഇരിക്കുമ്പോൾ അവളുടെ ഈ മാറ്റം അമ്മ ശ്രദ്ധിച്ചു. നീ വളരെ വ്യത്യസ്തയായും ശാന്തയായും തോന്നുന്നു അനു. അനന്യയാകട്ടെ ചിരിച്ചുകൊണ്ട് അമ്മയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, മുത്തശ്ശി പറയുന്നത് പോലെ ഞാൻ ഒരു ധ്യാനത്തിലാണ്. പിന്നീടുള്ള മാസങ്ങളിൽ ധ്യാനം അവളുടെ ഒരു ആങ്കറായി മാറി. ജീവിതമാകട്ടെ അതിന്റെ ഉയർച്ച താഴ്ചകളുമായി നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ അനന്യയ്ക്ക് ഒന്നും നഷ്ടമായി തോന്നിയില്ല. ഒരു മൃദുവായ ഈണം പോലെ അവൾ തന്റെ ഉള്ളിൽ നിശബ്ദത വഹിച്ചു. ലോകം എത്ര ശബ്ദമുയർത്തിയാലും മടങ്ങി വരാൻ കഴിയുന്ന ഒരിടമുണ്ടെന്ന് അത് അവളെ ഓർമ്മിപ്പിച്ചു. അതായിരുന്നു അവൾ കണ്ടെത്തിയ മെഡിറ്റേഷൻ അഥവാ ധ്യാനം. ആ നിശബ്ദതയിൽ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി അവൾ കണ്ടെത്തി. ഭയത്തോടെയോ അമിതഭാരത്തോടെയോ അല്ല, മറിച്ച് അതിനെ ഒരു കൃപയോടെ അവൾ ഉൾക്കൊണ്ടു. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുകയല്ല, മറിച്ച് അവയ്ക്കിടയിൽ സമാധാനം കണ്ടെത്തുവാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. നന്ദി. വീണ്ടും കാണാം.